ശരിക്കും പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ. ഇന്നലെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതായത് പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിചാരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ കുറഞ്ഞു, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അടിയൊക്കെ നിന്നു, ഖമൈനി ഇതാ പൊതുവേദിയിൽ ബങ്കറിൽ നിന്ന് ഒളിച്ചിരുന്ന ഖമൈനിയൊക്കെ വെളിയിറങ്ങി ആൾക്കാരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നു, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന്. പക്ഷേ ഇന്നലെ ഇസ്രായേലിൻ്റെ ഗാസയിൽ നടത്തിയ ഭക്ഷണ വിതരണത്തിനിടെ അവരുടെ നാവിക കമാൻഡർ, ഹമാസിൻ്റെ നാവിക കമാൻഡർ റംസി റമദാൻ അബ്ദ് അലി സാഹേലും കൂട്ടാളികളും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 24 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തൊട്ട് അടുത്ത സമയത്ത് ഏതാണ്ട് ഇതിനൊക്കെ സമീപ സമയങ്ങളിൽ തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇസ്രായേലിലേക്ക് 100 കണക്കിന് റോക്കറ്റ് വിടുന്നു, 6ഓളം സൈനിക കേന്ദ്രങ്ങളിൽ റോക്കറ്റ് പതിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ചർച്ചയോ ഇല്ലെങ്കിൽ തിരിച്ചടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഖത്തറിൽ ഒരു നിർണായകമായ കൂടിക്കാഴ്ചയും സന്ധി സംഭാഷണവും നടക്കുന്നുണ്ട്. അത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം അവിടെ എത്തുന്നു. അവർ ഈ പറയുന്ന ഹമാസിൻ്റെ ആൾക്കാരുമായി സംസാരിക്കുന്നു. അതിൽ ട്രംപാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ വേണം. ഹമാസ് ആവശ്യപ്പെടുന്ന 60 ദിവസത്തെ വെടിനിർത്തലാണ്. അതിന് ഇസ്രായേൽ തയ്യാറാവണമെന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അത് ഉടനെ ഉണ്ടാവുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനെല്ലാം സംഘർഷങ്ങൾക്ക് സമ്മർദ്ദത്തിൻ്റെ ഒരു സ്വഭാവം കൈവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ ഇന്ന് ആക്രമണം നടന്നിട്ടുണ്ട്. വലിയ തോതിൽ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ കപ്പലിനൊക്കെ നേർക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഈ പറയുന്ന കപ്പലിലുള്ള സുരക്ഷാ ജീവനക്കാർ തിരിച്ചടിക്കുകയുണ്ടായി. ചെറു ബോട്ടുകളിൽ വന്ന് ആക്രമണം നടത്തിയ ഹൂതി വിവിധരാണോ ആക്രമണം നടത്തിയതിനെ പറ്റിയിട്ട് ഇതുവരെ കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആഫ്രിക്കൻ മേഖലയിലുള്ളവർ ഈ സമാനമായ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്, ആഫ്രിക്കൻ സംഘങ്ങളും ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന് അമേരിക്ക ഹൂത്തികളാണ് ചെയ്തതെങ്കിൽ ഹൂത്തികൾക്ക് നേരെ വലിയ രീതിയിൽ പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രയേൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇസ്രയേലിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്നായിരിക്കും. അവർ ദീർഘകാലമായി പദ്ധതി തയ്യാറാക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും അതിൻ്റെ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന കാര്യം, ഇസ്രയേൽ ഹൂത്തികളെ അടിക്കാൻ വേണ്ടി എല്ലാം ഒരുക്കി കഴിഞ്ഞു. അത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം, ഒരു സമ്മതമുണ്ട്. കാരണം അമേരിക്കയാണ് നേരിട്ടാണ് ഹൂത്തികളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. യമനിലെ വിമതരാണല്ലോ. അപ്പോൾ ഇവർക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമേരിക്ക അങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം അവിടേക്ക് ഉണ്ടാകും. യമനിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായിട്ടുള്ള വിവരമുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുന്നോടി, അതിനെ ചെറുക്കാൻ എന്ന വണ്ണമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെന്നൊരു നിരീക്ഷണവും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആക്രമണം അധികം വൈകാതെ തന്നെ ഇസ്രായേൽ നടത്തും. അത് രൂക്ഷമായ ആക്രമണമായിരിക്കും. ഹൂതികളെ ഏതാണ്ട് തകർക്കുന്ന രീതിയിലേക്ക് ഒരു ആക്രമണം നടത്താനായിരിക്കും ഇസ്രായേൽ പദ്ധതി ചെയ്യുന്നത്. എന്നാൽ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ആക്രമണം നടത്തി ഇറാൻ വെറുതെ ഇരിക്കില്ല. ഇറാൻ ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ 12 ഡേ വാറിൽ നിന്ന പോലെയൊന്നും നിൽക്കാനുള്ള സാധ്യതയില്ല. ഇസ്രായേൽ കയറി അടിക്കും. അതിന് ഒരു വിഘാതമായിട്ട് നിൽക്കുന്ന ഏക ആള് ട്രംപാണ്. ട്രംപിന് ഈ പറയുന്ന സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടണമെന്നുള്ള മോഹത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ അടിക്ക് അങ്ങോട്ട് കൂടെ നിൽക്കാത്തത്. എന്തായാലും അധികം താമസിക്കാനില്ല. വൈകാതെ തന്നെ ഇസ്രായേൽ ഇറാനും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോകും. ഹമാസിൻ്റെ സമാധാന ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. ഒരു വെടിനിർത്തലിനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നുള്ളതായിരിക്കും. മുഴുവൻ ബന്ദികളെ, ഇപ്പോൾ ബന്ദികൾ എത്ര പേരുണ്ടെന്ന് പോലും അവിടെ അറിയില്ല. കാരണം ഇവർ കൊന്നുകൊണ്ടിരിക്കുക, ഈ ഹമാസ് തീവ്രവാദികൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പേര് ബാക്കിയുണ്ട്, അവർ മുഴുവൻ വിട്ടയക്കണം എന്നുള്ള നിലപാട് ഇസ്രായേൽ എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ചർച്ച വിജയിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വിജയിക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗാസയിൽ യുദ്ധം തുടരും. ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത്. അത് ഏതാണ്ടൊക്കെ ഇല്ലാതായും കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി ഉള്ളത് വളരെ കുറച്ച് ഹമാസ് തീവ്രവാദികളാണ്. അവരെ കൂടി ഇസ്രായേൽ തീർക്കാനുള്ള എല്ലാ പദ്ധതിയും ഉണ്ട്. അധികം താമസിയാതെ തന്നെ ബാക്കിയുള്ള ഗാസ സിറ്റി വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും.
അവിടെ പിന്നെ ഗാസ സിറ്റിയുടെ അവശിഷ്ടങ്ങൾ പോലും കാണില്ല. അതിന് അധികം നാളുകൾ പോകില്ല എന്നും പറയുന്നുണ്ട്. 1-2 മാസം കൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ചില പദ്ധതികളൊക്കെ ഉണ്ട്. കാരണം ഈ സർക്കാരിൻ്റെ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാനുള്ളത് കൊണ്ടും ഈ പറയുന്ന ചില നടപടികൾക്ക് കാലതാമസം പാടില്ല എന്നുള്ളത് കൊണ്ടും 2 മാസം എന്ന് പറയുന്ന നിർണായക ഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന. ആ 2 മാസത്തിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം, അതായത് ഒക്ടോബറിന് മുൻപായിട്ട് ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു പദ്ധതി ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. ആ നീക്കത്തിലേക്കാണ് നെതന്യാഹു പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനുകൾ ഇസ്രയേൽ നടത്തുന്നുണ്ട്. ഇസ്രയേൽ നടത്തുന്ന ഈ പറയുന്ന മൊസാദിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളിൽ നമ്മുടെ ഇവിടെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ, അതുപോലെ ഈ പറയുന്ന പാകിസ്ഥാനിലൊക്കെ അജ്ഞാതർ ഭീകരവാദികളെ കൊല്ലുന്നത് പോലെ മൊസാദിൻ്റെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലായി ഒളിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള, ഇപ്പോൾ സിറിയയുടെ ഭാഗത്ത് ഇല്ലെങ്കിൽ ഈ പറയുന്ന ലെബനനിലൊക്കെയുള്ള തീവ്രവാദി നേതാക്കൾ, ഈ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ നേതാക്കൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിക്കുന്നുണ്ട്. ചിലർക്ക് വെടിയേറ്റ് മരിച്ചതായിട്ട് ഇടയ്ക്ക് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ വെടിയേറ്റ് മരിച്ചതല്ല, 2 കമാൻഡർമാർ, 2 പ്രധാനപ്പെട്ട ഇവരുടെ നേതാക്കന്മാർ, ഉപകമാൻഡർമാരായിട്ടുള്ളവരുമൊക്കെ മറ്റ് കാരണങ്ങളാൽ, ചില രോഗങ്ങളാൽ, ചിലർക്ക് ഹൃദയാഘാതം അതുപോലുള്ള രോഗങ്ങളാലൊക്കെ മരിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നില്ല, ഇസ്രയേൽ ഒരിടത്തും സ്ഥിരീകരിച്ചിട്ടില്ല, മൊസാദ് ആണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ കൊല്ലപ്പെട്ടു പോയി, ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഈ പറയുന്ന ലെബനനോ മറ്റു സിറിയയോ ആരും തന്നെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു വസ്തുത, എന്താണ് ഇതിന് പിന്നിലുള്ളത്? ഈ അജ്ഞാതരുടെ പ്രവർത്തനമാണോ, മൊസാദിൻ്റെ പ്രവർത്തനമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ പല തീവ്രവാദികളെ ഇല്ലെങ്കിൽ പല നേതാക്കളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എതിർപക്ഷത്ത് നിൽക്കുന്നവരെയൊക്കെ തീർക്കാനായിട്ട് മാരകമായ മരുന്നുകൾ, അതുപോലെ രാസപദാർത്ഥങ്ങൾ, ഈ പൊളോണിയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇസ്രയേൽ പ്രത്യേക രീതിയിലുള്ള ചില ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. ഇറാനെ അടിക്കാനായിട്ട് വേറെ ചില പദ്ധതികൾ, കാരണം നമുക്കറിയാം ഇറാൻ അകത്ത് തന്നെ ഡ്രോണുകൾ ഒളിപ്പിച്ചിട്ട് അവിടുന്ന് തന്നെ അടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ അതും കടന്നിട്ട് ഇനിയിപ്പോൾ ഇറാൻ അകത്ത് തന്നെ ഒരു വിമതപക്ഷത്തെ ആയുധമേൽപ്പിക്കാനാണോ ഇസ്രയേൽ മുന്നോട്ട് ഇറങ്ങുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ പറയുന്ന ഖമനേയിക്കെതിരെ ഒരു പൊതുവികാരം ഉയർന്നതിന് പിന്നാലെ ഇപ്പോഴും അത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ സജീവമാകുന്നുണ്ട്. ഇറാൻ അകത്തു നിന്നുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനാവില്ല. അത് സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകാം. ഈ പറയുന്ന ഹമാസിന്റെ ഒരു നീക്കത്തെ അവസാനിപ്പിച്ചതിന് ശേഷമാണോ, അതിനുള്ള ഒരു സമയമാണോ ഇസ്രായേൽ ഇന്നലെ ഇസ്രായേലിന് കൊടുത്തത് വലിയൊരു ആഘാതം തന്നെയാണ്. പക്ഷെ അതിന് തിരിച്ചടി ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഇസ്രായേൽ 2 മാസമൊക്കെ ക്ഷമിച്ചേക്കും. ഈ ഹമാസിനെ ഒന്ന് ഒതുക്കണമല്ലോ, അതിനുശേഷമായിരിക്കും ഈ ഇറാനിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്. പക്ഷെ ഇറാനിലേക്ക് അങ്ങനെ നേരിട്ട് ഇടപെടില്ല. കാരണം ഇറാനുമായിട്ട് നേരിട്ട് സംഘർഷത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഹൂതികളുമായിട്ടുള്ള പ്രശ്നത്തിൽ കയറി ഇടപെട്ടാൽ മതി. സ്വാഭാവികമായിട്ട് ഇറാൻ പ്രൊവോക്ഡ് ആവും. അങ്ങനെ ഇറാൻ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇറാൻ ആദ്യം ആക്രമണം നടത്തും. അപ്പം ഞങ്ങൾക്ക് തിരിച്ചടിച്ചാൽ അന്നുള്ള മറുപടിയും കൂടെ ഞങ്ങളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇസ്രായേലിന്റെ നീക്കത്തെ നമുക്ക് മുൻകൂട്ടി കണ്ട് അങ്ങനെ അങ്ങ് വിലയിരുത്താനൊന്നും കഴിയില്ല. ഇസ്രായേൽ പല കാരണങ്ങളാൽ പല രീതികളിൽ മുന്നോട്ട് പോകുന്നവരാണ്. ഈ പറയുന്ന തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അറിയില്ല. ഈ പറയുന്ന എന്തുകൊണ്ടാണ് ആക്രമണം നടത്തുമ്പോഴും മിണ്ടാതിരിക്കുന്നതെന്ന് അറിയില്ല. സമാധാന ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുന്നുണ്ട്. ലോക രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി സമ്മർദ്ദമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ അന്തിമ തീരുമാനം അവർക്കുള്ളിൽ നിന്ന് തന്നെ വരണം. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാറുള്ള രീതി ഇസ്രയേലിനില്ല. എന്തായാലും ഈ പറയുന്ന ഇറാനെ തീർക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യമാണ്. അത് ഇറാനെ നശിപ്പിച്ച് ജനങ്ങളെ മൊത്തം കൊല്ലുക എന്നുള്ളതല്ല. അവിടുത്തെ ഒരു ഭരണമാറ്റമെങ്കിലും ഉണ്ടാകാൻ, ഒരു ആഭ്യന്തര പ്രശ്നമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും വിദൂരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.